പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ അനിയുടെ വിവാഹത്തിൻ്റെ റിപ്പീറ്റേഷൻ എപ്പിസോഡ്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അനി അനാമികയെ തന്നെയാണ് കേട്ടോ കല്യാണം കഴിക്കുന്നത്. അതിൽ വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതുവരെ ഇട്ടതിൻ്റെ എപ്പിസോഡ് കണ്ടിന്യൂഷൻ ആണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആദർശ് നയനയും കൊണ്ടിട്ട് ഒരു ദിവസം രാവിലെ അമ്പലത്തിലെത്തുകയാണ് കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്ന് നയന ഒരുപാട് ചോദിക്കുന്നുണ്ടെങ്കിലും എങ്ങോട്ടാന്ന് പറയുന്നില്ല. അമ്പലത്തിലാണ് വണ്ടി കൊണ്ടുപോയിട്ട് നിൽക്കുന്നത്. വണ്ടി നിറങ്ങിയ ഉടനെ തന്നെ നയന ചോദിക്കുന്നുണ്ട്, നിങ്ങളടുത്ത് വരുമ്പോൾ ഞാൻ കുറേ ചോദിച്ചതല്ലേ, എന്നിട്ട് ഒന്നും പറയാതെ ഇപ്പൊ നേരെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തുന്നോ? അല്ല, നിങ്ങൾ അമ്പലത്തിലൊന്നും വരുന്ന ആളല്ലല്ലോ, എന്തോ ഒരു കാര്യമുണ്ട്, എന്താണ്? ഇതാണ് നിന്റെ പ്രശ്നം. ഒരാൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷത്തോടു കൂടി അംഗീകരിക്കണം, അതല്ലാതെ എന്തിനു ചെയ്തു ഏതിന് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് വെറുതെ ബാക്കിയുള്ളവനെ കുഴപ്പിക്കരുത്. കമൽ സാറിന്റെ ഒക്കെ പടത്തിൽ ഇങ്ങനത്തെ ഡയലോഗൊക്കെ ഉണ്ട്, അതും അറിയില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം, അല്ലാതെ തിരസ്കരിക്കല്ല വേണ്ടെന്ന് പറയുമ്പോൾ അല്ല അങ്ങനെ ചോദിച്ചപ്പോ എന്താ കുഴപ്പം? നിന്റെ സമാധാനം പോവും, എന്റെ സമാധാനം പോവും. ഇനി ഇങ്ങനെ ചെയ്യണ്ടെന്ന് വരെ തോന്നും. ഓ അങ്ങനെയാണോ? സാറിന് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയി എന്നുള്ളതാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാറിൽ കയറി തിരിച്ചു പോകാം. എന്നിട്ട് നയനെ കയറാൻ വേണ്ടി പോകുമ്പോൾ നിക്ക് നിന്നോടൊന്നും സംസാരിച്ചിട്ട് ജയിക്കാൻ വേണ്ടി പറ്റില്ല, വാ പോവാ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണേ. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി ചെല്ലുമ്പോൾ നയന അർച്ചനയ്ക്കുള്ള പൂവൊക്കെ മേടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൂജാരി ആരുടെ പേരിലാന്ന് ചോദിക്കുമ്പോൾ ദേവയാനിയുടെയും അതുപോലെ ജയന്റെയും പേരിലാണ്. രണ്ടുപേരുടെയും നക്ഷത്രമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അർച്ചനയുടെ പൂ മേടിച്ചിട്ട് പൂജാരി ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാലോ, അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ വെഡിങ് ആനിവേഴ്സറിക്ക് അർച്ചനയൊക്കെ ചെയ്യാണല്ലോ. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതേസമയം ആദർശ് ദൈവത്തിനടുത്ത് പറയുന്നുണ്ട്, നയന US പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നൽ വന്നത്. എന്നാൽ എനിക്ക് അവളുടെ കൂടെ പെട്ടെന്ന് ഭർത്താവിനെ പോലെ അംഗീകരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെനിക്ക് കുറച്ച് സമയം വേണം. പക്ഷെ അതുവരെ നയന എൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. തുടർന്ന് നയന പ്രാർത്ഥിക്കുന്നതാണ് കേൾക്കുന്നത്. ആദർശേട്ടൻ മാറി മാറി വരുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ ആദർശേട്ടൻ എന്നുള്ള കാര്യം ഓർത്ത് എൻ്റെ നെഞ്ച് നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും എൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട് ആദർശേട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനും വലുതായിട്ട് എനിക്ക് മറ്റൊന്നും വേണ്ട. അതുമാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി ഇരിക്കണം. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവര് കോവിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കണം. എന്താണ് കാര്യം എന്ന് നയന ചോദിക്കുമ്പോൾ അത് ശ്വേതയെ കുറിച്ചിട്ടാണ്. അപ്പോഴേക്കും നയനയുടെ മുഖഭാവം മാറാണ്. കണ്ടോ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ശ്വേത എൻ്റെ ഫ്രണ്ടാണ്, അവൾക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ നയന തിരിച്ചു ചോദിക്കുന്നത്, എൻ്റെ മുഖം മാറിയ ഉടനെ തന്നെ നീ വിചാരിക്കുന്നത് പോലെയല്ല എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞാൻ എന്താ നനച്ചിരിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അതല്ല, ഈ വിഷയത്തിൽ ഞാൻ നിന്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കരുതെന്ന് തോന്നി, അതുകൊണ്ടാന്ന് പറയുമ്പോൾ നയന തിരിച്ച് ആദർശിൻ്റെ അടുത്ത് പറയുന്നത്, ആദർശേട്ടാ എനിക്ക് ഇതുവരെ നിങ്ങളെ ഒരു തെറ്റിദ്ധാരണയും വന്നിട്ടില്ല, ഇനി അത് വരികയുമില്ല. ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഫോർമാലിറ്റി ഒന്നും കാണിക്കില്ലേ, അതിനൊന്നും ഒരു ആവശ്യമില്ല. നീ കേൾക്കോ ഇല്ലയോ എന്നുള്ളതല്ല, കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടത് എൻ്റെ കടമയാണ്. പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറയുമ്പോൾ എന്തെന്ന് ചോദിക്കണേ നയന, ശ്വേതയ്ക്ക് ഡിവോഴ്സ് കിട്ടി. അവളിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത് നമ്മളടുത്ത് പറഞ്ഞിട്ട് പോണെന്ന് വിചാരിക്കുന്നു. ഇത് കേട്ട ഉടനെ തന്നെ നയന പറയുന്നത്, ഓഹോ അങ്ങനെയാണല്ലേ, അപ്പോ എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല അല്ലേ? നമ്മളോട് രണ്ടുപേരോടും കൂടി ചേർന്ന് വഴിയിൽ വെച്ചിട്ട് യാത്ര പറയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവും അല്ലേ? ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നത്, അയ്യോ അല്ല, സത്യമായിട്ടും അല്ല, എന്നെ വിശ്വസിക്ക്. അപ്പോഴേക്കും ശ്വേത അങ്ങോട്ട് വരുന്നുണ്ട്. ആദർശത്ത് കണ്ടിട്ട് ഇതാ ശ്വേത വന്നു എന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ നയനയാണെങ്കിൽ മുഖം അങ്ങ് ഏറ്റി പിടിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുന്നത് കണ്ടിട്ട്, എന്താ നയന എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണേ. ചുമ്മാ തമാശക്ക് ചെയ്താ, നിങ്ങളെന്തിനാ ടെൻഷൻ ആവുന്നത്? ഒന്നുമില്ല, അവള് വന്നപ്പോൾ ഇനിയിപ്പോൾ അവളോട് ദേഷ്യത്തോടു കൂടി എന്തെങ്കിലും റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്. മതി ടെൻഷൻ അടിച്ചത്, ആ മുഖമൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞേക്കെന്ന് പറയണേ. ആദർശാകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ശ്വേത എങ്ങാനും വന്നിട്ട് ഇവള് എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുമോ എന്നുള്ള ടെൻഷനാണ്. അപ്പോഴേക്കും ശ്വേത അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നുടനെ തന്നെ എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖമായിരിക്കുന്നു പറയാണ്. തുടർന്ന് ശ്വേത പറയുന്നത്, ഞാനും നയനയും കൂടി ചേർന്നിട്ട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോഴേക്കും ആദർശിന് ടെൻഷൻ ആവാണ്. എന്താ അതിൻ്റെ ആവശ്യം?
എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വെച്ച് പറയാനുള്ള കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പറയുമായിരുന്നല്ലോ, നിങ്ങളുടെ മുമ്പെന്ന് പറയണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മാറി സംസാരിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ നയന വാ എന്ന് പറഞ്ഞിട്ട് ശ്വേത മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. അതേസമയം ആദർശാകെ ടെൻഷൻ അടിക്കുകയാണ്. രണ്ടുപേരും ഇപ്പൊ എന്തായിരിക്കും സംസാരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ആലോചിച്ച് ആദർശിന്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ശ്വേത തന്നെ പറയുന്നുണ്ട് കേട്ടോ, നമ്മളിപ്പോ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ആകെ തല പെരുത്ത് നടക്കുവാണ്. ആദർശ് കോളേജിൽ നല്ല സ്മാർട്ടായിരുന്നു, ഇപ്പോഴും നാള് നല്ല സ്മാർട്ടാണ്, ചാമിങ്ങും ആണ്. എന്തൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കോൾ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വന്നു നിന്ന ആളാണ്. ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടണമെന്നെങ്കിൽ ഭാഗ്യം ചെയ്യണം. പിന്നെ നയന ഒരു കാര്യം കൂടി പറയാം, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആദർശ് സബ് കോൺഷ്യസ്ലി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെങ്ങനെ കാണിക്കേണ്ടത് പുറത്ത് എന്നുള്ള കാര്യം അവന് അറിയില്ല. അവന്റെ ഉള്ളിൽ നിറയെ ലവ് ആണുള്ളത്. അത് ഇത്രയും കാലമായിട്ടും ആദർശിന് മനസ്സിലായില്ല. ഞാൻ ഒരുപാട് നാളായിട്ട് അവന്റെ അടുത്ത് പറയുന്നു, പക്ഷെ അവനത് മനസ്സിലാക്കുന്നില്ല. എപ്പോഴാണ് ആദർശ് മനസ്സ് തുറന്ന് നിന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് മനസ്സ് തോന്നിയ കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയണം തോന്നി, അത്രയേ ഉള്ളൂ. തെറ്റായിട്ടിരിക്കരുത്. പിന്നെ എന്നെ ഉപയോഗിച്ചിട്ട് അവൻ ചുമ്മാ കളിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നത് അതൊക്കെ എനിക്കറിയാം. അവരുടെ ഉള്ളിലുള്ള സ്നേഹം എൻ്റെ അടുത്ത് പുറത്ത് പറയാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞാലും മനസ്സിൽ ഒതുക്കി നടന്നു കഴിഞ്ഞാലും ഈ ജന്മം ഞാൻ ആദർശേട്ടൻ്റെ കൂടെ എപ്പോഴും കാണും. അവര് എൻ്റെ കൂടെ ചേർന്ന് വാഴും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ എനിക്ക് ശരിക്കും അസൂയാണ് തോന്നുന്നത്. രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ കീരിയും പാമ്പും പോലെയാണെന്നുണ്ടെങ്കിലും രണ്ടുപേരുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. ഉടനെ തന്നെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ട് സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്തൊക്കെയാണെങ്കിലും എൻ്റെ ജീവിതം അത് കൈവിട്ടു പോയി. ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങളടുത്ത് രണ്ടുപേരെടുത്ത് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ കാരണം നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല എന്നുള്ള കാര്യമാണ് കേട്ടോ നയന പറയുന്നത്. ശരി, നമുക്ക് ആദർശിന്റെ അടുത്തേക്ക് പോവാം. ആദർശ് ആകെ തലപുണ്ണാക്കി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് കാണിക്കാം എന്ന് പറയാണേ. അങ്ങനെ ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നയന ഭയങ്കര ദേഷ്യത്തിൽ മുഖം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആദർശിന് ഇത് കാണുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നയനയുടെ അടുത്ത് പറഞ്ഞു, പക്ഷെ എന്താണെന്നറിയില്ല അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞാനൊരു കാര്യം ചെയ്ത് അത് അവസാനം എങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇത് കേൾക്കുമ്പോൾ ആദർശ് സോറി നയന, എന്തു പറ്റി, നീ ദേഷ്യത്തിലാണോ? എന്താ ശ്വേത ഇത്, നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞതല്ലേ? ഇത് കേൾക്കുമ്പോൾ ആദ്യം ശ്വേത ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നയനയും ചിരിക്കുകയാണേ. ആദർശിനൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് ശ്വേത പറയുന്നുണ്ട്, എന്നെ വെച്ചിട്ട് നീ എന്തോരം കളി കളിച്ചതാണ്, ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്നെ എന്ന് പറയണേ ശ്വേതന്റെ അടുത്ത്. അത് കഴിഞ്ഞ് നയന പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ അടുത്ത് ഒരു ഗെയിം കളിച്ചതുപോലെ ഞാനും നിങ്ങളുടെ അടുത്ത് ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കുമെന്ന് പറയുമ്പോൾ അതിലൂടെ ശ്വേതയുടെ ഹസ്ബൻഡ് നടന്നു വരുന്ന കാണുകയാണേ. അങ്ങനെ അവൻ അരികിലേക്ക് ചെല്ലുമ്പോൾ എന്താ നയന ഇത്, എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ആദിശ്യേട്ടൻ കുറച്ചു നേരം സംസാരിക്കാണ്ടിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തിനാ നയന ഇങ്ങനെയൊക്കെ ചെയ്ത്, ഇതൊന്നും ശരിയാവില്ല എന്ന് ശ്വേത പറയുമ്പോൾ എല്ലാം ശരിയായിട്ട് വരും, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറയണേ. അവര് പറയുന്നത് കേൾക്കണം, ആർഗ്യുമെന്റ്സ് വേണ്ട, നിങ്ങളുടെ മനസാക്ഷിക്ക് തോന്നുന്നത് പോലെ ചെയ്യണം. അത് കഴിഞ്ഞ് ആദിഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, വാ ആദിശേട്ടാ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാന്ന് പറയുമ്പോൾ എങ്ങോട്ടൊന്ന് ചോദിക്കണേ, നിങ്ങൾ വാ, അവര് കുറച്ചു നേരം തനിയെ സംസാരിക്കട്ടെ. അങ്ങനെ ആദിഷിനെ നിർബന്ധിച്ചിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ നയന. അങ്ങനെ അവര് സംസാരിക്കുന്ന കാണുമ്പോൾ ആദിഷ് പറയുന്നുണ്ട്, നയനെ അവൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി കൂടുന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അടി ഇടി എന്നുള്ളതൊക്കെ സഹജമായിട്ടുള്ള കാര്യമാണ്. കോടതി പിരിച്ചു വെച്ച അവരെ ഈ കോവിലില് ദൈവം ഒന്നിപ്പിച്ചു എന്നുള്ള കാര്യം വിചാരിച്ചാൽ മതി. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കാര്യമുണ്ട്, അവര് പരസ്പരം ഒന്നാകും. അവൻ ഒരു തവണ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി പോയതാന്നൊക്കെ പറയുമ്പോൾ അവൻ എന്തോ വെള്ളം അടിച്ച് ബോധമില്ലാതെ ചെയ്തതാണ്, പക്ഷെ അവൻ എപ്പോഴും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കെ, എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സംസാരിക്കേണ്ടിയിരുന്നൂടെ? അങ്ങനെ ആദിശ് വീണ്ടും അങ്ങോട്ട് തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ അവർ രണ്ടുപേരും കയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കുറച്ചു നേരം അങ്ങോട്ട് നോക്കാണ്ടേ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ആദർശ് ഇങ്ങോട്ട് മുഖം മാറ്റി പിടിക്കുകയാണേ. അങ്ങനെ ശ്വേതയുടെ അടുത്ത് അയാൾ പറയുന്നുണ്ട്, സോറി ശ്വേത, സോറി എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയണേ. പക്ഷെ ശ്വേത അത്ര ഒരു ഇതൊന്നും കൊടുക്കുന്നില്ല. അത് കാണുമ്പോൾ അവസാനം അയാൾ കാല് പിടിക്കുകയാണ്. കാല് പിടിക്കുമ്പോൾ എണീക്ക് പറയാണ്. നോക്കാതെ ചേട്ടാ, ഇപ്പൊ നോക്ക് എന്തായിന്ന്. എന്താ നയന, എന്താ ഈ നടക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ പിന്നെ സംസാരിക്കാം, നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് കൂട്ടിയിട്ട് ചെല്ലുകയാണേ. അങ്ങനെ ശ്വേതയുടെ കൈ പിടിച്ചിട്ട് അയാൾ പറയുന്നുണ്ട്,
ഒരിക്കലും ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. ഇനി നിന്നെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്യില്ല. പഴയ പോലെ ആയിരിക്കില്ല. ഇനി മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കും. ഇത് കേൾക്കുമ്പോൾ ശ്വേതയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ചിരിച്ചിങ്ങനെ നിൽക്കണേ. അങ്ങനെ ആദർശ് അപ്പോഴേക്കും അരികിലേക്ക് എത്തുന്നുണ്ട്. ശ്വേത എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കണേ. ആ സമയത്ത് ശ്വേത പറയുന്നുണ്ട്, ഇതിന് ഞാൻ നയനയുടെ അടുത്താണ് നന്ദി പറയേണ്ടത് എന്നുള്ള കാര്യം. അപ്പോഴേക്കും അയാളും പറയുന്നുണ്ട്, താങ്ക്സ് നയന. ഇന്ന് ശ്വേത പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു നല്ലൊരു കാര്യം ചെയ്തത്. സോറി ആദർശ്, നിങ്ങളും ചേർത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്തു. സോറി ആദർശ് എന്ന് വീണ്ടും പറയണേ. ഇതൊക്കെ കണ്ടിട്ട് ആദർശ് ഇങ്ങനെ അന്തം വിട്ട പോലെ നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്താന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ശ്വേതയുടെ ഹസ്ബൻഡ് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ ആദർശ് ശ്വേതയുടെ മുഖത്തേക്ക് നോക്കണേ. അപ്പം കൊടുക്കാൻ വേണ്ടി പറയുന്ന രീതിയിൽ എന്ന് പറയാണ്. അങ്ങനെ ആദർശ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ആദർശ് രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ് ഒക്കെ നൽകുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി കൈപിടിച്ച് പോകുന്ന കണ്ടിട്ട് നയന ഡിവോഴ്സ് വാങ്ങി പിരിഞ്ഞ ആൾക്കാരാണ്, എങ്ങനെ ഇപ്പോൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പോകുന്നു, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കുറച്ച് ചുറ്റിക്കറങ്ങുന്നത് നല്ലതാണ്. സമയമാകുമ്പോൾ ഞാൻ പറയാം. വിഷയം അറിയാതെ എനിക്ക് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ വേണ്ടി പറ്റില്ല. പറ എന്നുള്ള കാര്യം പറയുമ്പോൾ മതി സംസാരിക്കേണ്ട വാ എന്ന് പറഞ്ഞിട്ട് നയന അങ്ങ് നടന്നു പോകണേ. അങ്ങനെ ഒരു മരത്തിന്റെ മേലെ ഇങ്ങനെ തൊട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന അവിടെ എത്തുമ്പോൾ നയനെ അങ്ങ് പിടിക്കാണ് കേട്ടോ ആദർശ്. ഇത് അമ്പലമാണെന്നുള്ള കാര്യം പറയുമ്പോൾ നീ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഷോൾഡർ പിടിച്ച് ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പൊ കറക്റ്റ് സമയത്ത് മേലിന്നൊരു തൊട്ടില് താഴേക്ക് വീഴുമ്പോൾ ആദർശത്ത് കറക്റ്റ് പിടിക്കുകയാണേ. നയനയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അത് പിടിക്കുന്നത്. അപ്പൊ അവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ട് ഒരുമിച്ചല്ലേ തൊട്ടിൽ പിടിച്ചിരിക്കുന്നത്, ഉടനെ തന്നെ നീ ഒരു അമ്മയാകാൻ വേണ്ടി പോകുന്നു എന്ന് പറയാണേ നയനയുടെ അടുത്ത്. അതാണ് ദേവി നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എന്താ നയന അവർ പറഞ്ഞിട്ട് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് ആദർശയുടെ സംഭവിച്ചത്. ശ്വേത ഗർഭിണിയാണ്. റെയിലെന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ വിഷയം നടന്നത് കൊണ്ടാണ് രണ്ടുപേരും കൂടി ഒന്ന് ചേർന്ന് പോയത്. ശരി ശരി, നമുക്ക് വീട്ടിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം, പോവാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന വയ്ക്കുന്നുണ്ട്, ഈ തൊട്ടിലിപ്പോൾ എന്താ ചെയ്യുക, നീ അവിടെ വെച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോവുകയാണെ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.